ഇതാണ് സൺ സിറ്റി. ഇതിന്റെ പേര് പോലെ തന്നെയാണ് ഇവിടെയുള്ളവരുടെ ജീവിതവും. സൂര്യന്റെ പ്രകാശം എത്ര ബ്രൈറ്റ് ആണോ അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളവരുടെ ജീവിതവും ബ്രൈറ്റ് ആൻഡ് ഹാപ്പിയാണ്. ഇവിടെയുള്ളവർ ചെറിയ ചെറിയ മാജിക്കുകൾ യൂസ് ചെയ്ത് അവരുടെ ജീവിതം സന്തോഷകരമാക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇന്ന് ഇദ്ദേഹത്തിന് ന്യൂസ് പേപ്പർ വായിക്കാൻ സമയം കിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മാജിക് ഉപയോഗിച്ച് കാർ ഡ്രൈവ് ചെയ്ത് ഇദ്ദേഹം ബിസിയായി ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇതാ ഇവരെ കണ്ടില്ലേ? ഇവരുടെ സ്വന്തം ഡോഗിയുടെ കോളർ ബെൽറ്റ് പിടിക്കാൻ പോലും ഇവർക്ക് സമയമില്ല. ഇവിടെ മാജിക് തന്നെയാണ്. ഈ സിറ്റിയില് എല്ലാ ഭാഗത്തും മാജിക് മാത്രമാണ്. ഇവിടെയുള്ള എല്ലാവർക്കും മാജിക് അറിയാം. പക്ഷേ മാന്ത്രികന്മാരിൽ ബഹുകേമനായ ഒരാൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മായാജാലങ്ങൾക്ക് മുമ്പ് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹമാണ് ഈ സൺ സിറ്റിയുടെ മുതലാളി ജയ് സിംഗ് ചൗഹാൻ. ഇദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ മുത്തശ്ശൻ എന്ന് വിളിക്കാറുണ്ട്. ശരി, വരൂ ഇനി നമുക്ക് ജയ് സിംഗ് ചൗഹാനെ പരിചയപ്പെടാം. നന്ദി രംഗീല, ഞാൻ നേരത്തെ തന്നെ കുളിച്ചു. ഇനി എന്നെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. എന്റെ അമ്മേ, ഫോട്ടോയില് പ്രേതം, ഫോട്ടോയില് പ്രേതം. ഫോട്ടോ അല്ലടോ സംസാരിച്ചത്, ഞാൻ തന്നെയാണ് സംസാരിച്ചത്. നല്ലത് വിചാരിച്ച നല്ലതേ സംഭവിക്കൂ. ഈ വെളുപ്പങ്കാലത്ത് എന്നെ എന്തിനെങ്കിലും പേടിപ്പിക്കുന്നു മുത്തശ്ശ? നിന്നെ പേടിപ്പിക്കാൻ ചെയ്തതല്ല. ഞാൻ ഷക്കാലയെ പറ്റിക്കാൻ ദിവസവും ഓരോ ഉപായം ആലോചിച്ചു കൊണ്ടിരിക്കുക. അവൻ സൺസിറ്റിയെ കൈക്കലാക്കാൻ കൊതിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അവൻ യുദ്ധം തുടങ്ങും. അതിന് നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിക്കാൻ നോക്കുന്നത്. വരൂ. വരാം. രുദ്രയ്ക്ക് ലെസൺ തുടങ്ങുവാനുള്ള സമയമായി. രുദ്ര, ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. സോ ഫ്ലൈയിങ് സോക്കർ മാജിക് പ്രാക്ടീസ് ചെയ്യുവാണോ? ഗുഡ്, വെരി ഗുഡ്. മാച്ച് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. വരൂ, കുറച്ച് അഡ്വാൻസ് മാജിക് പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് മുത്തശ്ശ? ചെറിയ ചെറിയ ഭാരം കുറഞ്ഞ വസ്തുക്കളെയൊക്കെ സൺസിറ്റിയിൽ ആർക്ക് വേണമെങ്കിലും പുഷ് ചെയ്യാം. ഇപ്പൊ നീ എന്നെ പുഷ് ചെയ്തതുപോലെ ഇനി നിനക്ക് ഞാൻ ഭാരം കൂടിയ വസ്തുക്കളെ പുഷ് ചെയ്യാൻ പഠിപ്പിക്കാം. ഓക്കേ? ഓക്കേ മുത്തശ്ശ. കൊള്ളാലോ, നല്ലത് വിചാരിച്ച നല്ലതേ സംഭവിക്കൂ. മുത്തശ്ശൻ രുദ്രയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്ന മന്ത്രം ഞാനും എങ്ങനെങ്കിലും പഠിച്ചെടുക്കും. അതിനുശേഷം അഡ്വാൻസ് മാജിക് ചെയ്യുന്ന ഒരു മാന്ത്രികനാകും. ആദ്യം ഏത് മന്ത്രമാണോ പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്യണം. മാത്രമല്ല, നീ നിന്നെ വിശ്വസിക്കണം. അതായത് ഫോക്കസ് ആൻഡ് ബിലീവ്. നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ സ്വയം വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ മന്ത്രം ഫലിക്കൂ. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരുപാട് ഭാരം കൂടിയ വസ്തുക്കളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ ഈ മന്ത്രമാണ് പറയേണ്ടത്. ഈ മന്ത്രം നീ മനസ്സിൽ പറഞ്ഞാലും മതി. ഇനി ഈ മന്ത്രം പറഞ്ഞ് അത് പുഷ് ചെയ്തോളൂ. ഇബൈസ്ക സിബസ്ക സകൂം പുഷ്ടും. സോറി രംഗീല. രുദ്ര, ഞാൻ ആ റോക്കിനെയാണ് പുഷ് ചെയ്യാൻ പറഞ്ഞത്, സ്വയം വീഴാനല്ല. വീണ്ടും ഫോക്കസ് ചെയ്യൂ. നിന്നിൽ സ്വയം വിശ്വസിച്ച് മന്ത്രം പറയൂ. ഫോക്കസ് ആൻഡ് ബിലീവ്. ഇബൈസ്ക സിബസ്ക സകൂം പുഷ്ടും. ഫോക്കസ് ആൻഡ് ബിലീവ്. ആത്മവിശ്വാസം, അത് മറക്കരുത്. വീണ്ടും ട്രൈ ചെയ്യ്. രുദ്രയ്ക്ക് മാജിക് ചെയ്യാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഞാനിത് ചെയ്യാൻ പോവാ. മുത്തശ്ശ, ഞാനത് ചെയ്തു. ഞാൻ ആ ഹെവി ട്രക്ക് മൂവ് ചെയ്തു. ദേ നോക്കിയേ. എന്താ 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 ഇത്? എന്റെ മന്ത്രത്തിന് ഇത്തിരി ശക്തി കൂടിയെന്നാ തോന്നുന്നേ. എന്റെ മുത്തശ്ശ, ഇതിനൊന്ന് പിടിച്ചു നിർത്ത്. ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തോ?
ഇത് നിന്റെ മാജിക് കൊണ്ട് സംഭവിച്ചതല്ല. ആ ട്രക്ക് ഡ്രൈവർ ട്രക്കും കൊണ്ട് പോകുന്ന കണ്ടില്ലേ? രുദ്ര, നീ ട്രൈ ചെയ്യൂ. ഫോക്കസ് ആൻഡ് ബിലീവ്. നിന്റെ ശരീരത്തിൽ മാജിക്കൽ എനർജിയുടെ ഫ്ലോ മനസ്സിലാക്കാൻ ശ്രമിക്കേ. മുത്തശ്ശ, ഇവിടെ എന്തോ ഒരു ജീവി ഉള്ളത് പോലെ തോന്നുന്നു. എവിടെ? ദാ അവിടെ. ദേ ആ മരത്തിൽ നോക്കൂ മുത്തശ്ശ, അവിടെ. അയ്യോ പാവം, ഞാനാണ് സപ്പോല. ഈ സപ്പോലയെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ ആവില്ല. രുദ്ര, കുട്ടി മായാജാലക്കാരനെ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇത് ഷക്കാളുടെ ചാരൻ സപ്പോളയാണ്. നിങ്ങൾക്ക് വളരെ നന്ദി. നിങ്ങൾ എപ്പോഴും ഇതുപോലെ അലേർട്ട് ആയിരിക്കണം. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഹായ് രുദ്ര. ഹലോ, ഗുഡ് മോർണിംഗ്. രുദ്ര, നീ ഇവരുടെ കൂടെ ചെല്ല്. നിന്നെ ഫ്ലൈയിങ് സോക്കർ മാച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരിക്കും. അതെ മുത്തശ്ശ, ഫ്ലൈയിങ് സോക്കർ മാച്ച് തുടങ്ങാൻ പോവാണ്. മുത്തശ്ശനും വരണം. തീർച്ചയായിട്ടും ഞാൻ വരാതെ എങ്ങനെയാണ്? കാരണം നിങ്ങളൊക്കെ കളിക്കല്ലേ. ഓക്കെ മുത്തശ്ശ, ഞാൻ ഈ മാജിക് ഓർമ്മ വെച്ചോളാം. നമുക്ക് നാളെ ഇത് പ്രാക്ടീസ് ചെയ്യാം. See you മുത്തശ്ശ. റംഗീല, മാച്ചിന് പോകാനുള്ള ഒരുക്കം തുടങ്ങട്ടെ. ശരി മുത്തശ്ശ. ഇനി ഈ സ്വർണം എന്റേതാണ്. നീ വേണമെങ്കിൽ വേറെ വാങ്ങിച്ചോ. Shakira, Asuka, Haledo, Pisto. മോഷ്ടിക്കാൻ വന്ന ആളെ കണ്ടില്ലേ? ഇവരിങ്ങനെ കളിക്കാൻ തുടങ്ങിയ നമ്മൾ സൺസിറ്റിയുടെ കൂടെ തോറ്റു പോകും. ഒരുപക്ഷെ നമ്മളെങ്ങാനും തോറ്റുപോയ ആ ഷക്കാൾ നമ്മുടെ എല്ലാം കഥ കഴിക്കും. അവനൊരു മാന്ത്രികനാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ഏറ്റവും ശക്തിശാലിയായ മാന്ത്രികൻ. എന്ത് വാർത്തയാണുള്ളത് സപ്പോള? ഞാൻ കേട്ടത് സത്യമാണോ? ആ ജയ്സിംഗ് ചൗഹാൻ അവന്റെ പേരക്കുട്ടി രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിക്കുകയാണോ? പേടിക്കണ്ട ഷക്കാൽ. അതെന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ലേ. അതെ, ഞാൻ രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നിന്റെ ചാരന്മാരെ എന്റെ അടുത്തേക്ക് അയച്ചാൽ പിന്നെ ഞാൻ നേരിട്ട് വരേണ്ടി വരും. ഞാൻ നേരിട്ട് വന്നാൽ എന്താ സംഭവിക്കാൻ നിനക്കറിയാലോ. ആ ജയ്സിംഗ് ചൗഹാൻ ഇത്രയും ധൈര്യമോ? എന്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്നും പോയത് കണ്ടില്ലേ? അവനൊരു കാര്യം അറിയില്ല. ഞാനൊരു വലിയ മാന്ത്രികനാണ്, ഏറ്റവും ബലശാലിയായ ഷക്കാൽ. ഇനി എന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് ഞാൻ ആ ജയ്സിംഗ് ചൗഹാനെ കാണിക്കാൻ പോവുകയാണ്. അവനെ തോൽപ്പിച്ച് അവന്റെ ആ സൺസിറ്റി മുഴുവനും ഞാൻ എന്റെ കൈക്കുമ്പിളിലാക്കും. ഷക്കാൽ ഒരുപക്ഷെ ജയ്സിംഗ് ചൗഹാൻ തന്റെ പേരക്കുട്ടിക്ക് അഡ്വാൻസ്ഡ് മാജിക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നീ ഒന്നല്ല 2 വലിയ മാന്ത്രികന്മാരുടെ കൂടെ ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും. അതോടുകൂടി സൺസിറ്റിയെ കൈവശപ്പെടുത്തേണ്ട നിന്റെ ആ സ്വപ്നവും തകർന്ന് തരിപ്പണമാകും. തീർച്ചയായും ഒരു ദിവസം ആ സൺസിറ്റി ഈ ഷക്കാലിന് സ്വന്തമാകും. പക്ഷേ
അതിനു മുൻപ് ഇന്നത്തെ ഫ്ലൈയിങ് സോക്കർ മാച്ചിൽ ജയിക്കുന്നത് നമ്മുടെ ടീമായിരിക്കണം. സൺ സിറ്റി ആൻഡ് കാൽ സിറ്റി വാസികളെ, മാച്ച് ഇതാ ആരംഭിക്കാൻ പോകുന്നു. ആദ്യം വരാൻ പോകുന്നത് സൺ സിറ്റി ടീം. ഫ്ലൈയിങ് ഷൂസ് ധരിച്ചു വരുന്നത് കൊണ്ട് അവർക്ക് പറക്കാൻ സാധിക്കും. ഗിവ് ദം എ ബിഗ് ഹാൻഡ്സ്. ഇവരാണ് കാൽ സിറ്റി ടീം. അവരെയും നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ഓക്കെ, മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഇതിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞു തരാം. ജയിക്കണമെങ്കിൽ 10 പോയിന്റ് എടുക്കണം. പോയിന്റ് തുല്യമാണെങ്കിൽ ആരായിരിക്കും ആദ്യം 11 പോയിന്റ് എടുക്കുന്നത് അവരായിരിക്കും വിജയിക്കുക. ഏത് ടീം ഇതിൽ വിജയിക്കുന്നുവോ അവർ ജയ്സിംഗ് ചൗഹാൻ എന്ന എന്റെ ഫ്ലൈയിങ് ട്രെയിനിൽ അമ്യൂസ്മെന്റ് പാർക്ക് മുഴുവൻ ചുറ്റിക്കാണാൻ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട്. ബോൾ ഇതാ മേലെ പോയിരിക്കുന്നു. പക്ഷേ കാൽ സിറ്റിയുടെ ക്യാപ്റ്റൻ രുദ്രയെ അടിച്ച് ബോൾ കയ്യിലാക്കിയിരിക്കുന്നു. അവര് ബോൾ എടുത്ത് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഗോളിന്റെ അടുത്തെത്തി. അങ്ങനെ ഗോൾ ഇടാൻ പോകുന്നു. ഗോൾ! കാൽ സിറ്റി സൺ സിറ്റിയെക്കാളും ഒരു ഗോൾ മുന്നിലാണ്. ബോൾ ഇപ്പൊ സൺ സിറ്റിയുടെ കയ്യിലാണ്. അങ്ങനെ ബോൾ പാസ് ചെയ്യുന്നു. ബോൾ ഇതാ ഇപ്പൊ രുദ്രയുടെ കയ്യിൽ വന്നു. രുദ്ര ബോൾ എടുത്തുകൊണ്ട് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് വളരെ വേഗത്തിൽ പോവുകയാണ്. പക്ഷേ എന്താണിത്? കാൽ സിറ്റിയുടെ ക്യാപ്റ്റൻ രുദ്രയെ തള്ളിവിട്ട് ബോൾ ഇതാ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബോൾ കാൽ സിറ്റിയുടെ ക്യാപ്റ്റന്റെ കയ്യിലാണ്. അവർ സമയം വേസ്റ്റ് ആക്കാത്ത രണ്ടാമത്തെ ഗോളും അടിച്ചിരിക്കുന്നു. കാൽ സിറ്റിയുടെ ടീം തുടർച്ചയായി ഗോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സൺ സിറ്റി ടീമിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ദേ അടുത്തൊരു ഗോൾ. കൊള്ളാം കുട്ടികളെ, ഇങ്ങനെ തന്നെ കളിക്കൂ, ഇങ്ങനെ തന്നെ കളിക്കൂ. കൊള്ളാം. ഫോക്കസ് ആൻഡ് ബിലീവ്. ജസ്റ്റ് 2 words. തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ കഴിയും. സൺ സിറ്റിയുടെ ടീം ഒരു പുതിയ വേഗത്തിൽ വീണ്ടും കളിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എന്താണിത്? സൺ സിറ്റി ടീം ആദ്യമായി ഒരു ഗോൾ ഇടാൻ പോകുന്നു. ഗോൾ! കാൽ സിറ്റി ടീം ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. രുദ്രയെ കാൽ സിറ്റി പ്ലേയേഴ്സ് ചുറ്റി വളച്ചിരിക്കുകയാണ്. ഇനി രുദ്ര എന്ത് ചെയ്യുമെന്ന് നോക്കാം. രുദ്ര വളരെ വേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ബോൾ ഇതാ പാസ് ചെയ്തിരിക്കുന്നു. ഇതാ ഒരു ഗോൾ. സൺ സിറ്റി ടീം തുടർച്ചയായി ഗോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാച്ച് പോയിന്റ് ഇപ്പോൾ സമമാണ്. ഇപ്പോഴേത് ടീമാണ് വിന്നിംഗ് പോയിന്റ് എടുക്കുന്നത് ആ ടീമാണ് ജയിക്കുക. Pokira, Makuba, Cloudo, Frieza. Tokira, Makuba, Cloudo, Diffiso. Hey! Rudra! 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 കാൽ സിറ്റിയുടെ ക്യാപ്റ്റൻ രുദ്രയുടെ ഫ്ലൈയിങ് ഷൂസ് ഇതാ അഴിച്ചിരിക്കുന്നു. ഇപ്പോൾ രുദ്രയ്ക്ക് പറക്കാൻ പോലും സാധിക്കുന്നില്ല. Hey! Hey!
രുദ്രയുടെ അവസാനത്തെ ശ്രമം and goal! റെഫറി വിസിൽ അടിച്ചിരിക്കുന്നു. മാച്ച് ഇത് അവസാനിച്ചിരിക്കുന്നു. And the winner is Sun City. ഫസ്റ്റ് പ്രൈസ് ഒരു ടീമിനാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 2 ടീമിലുള്ള പ്ലേയേഴ്സെയും എന്റെ ഫ്ലൈയിങ് ട്രെയിനിൽ കൊണ്ടുപോകാം. വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊരു ഭംഗിയുള്ള അമ്യൂസ്മെന്റ് പാർക്ക്. അതെ, സത്യാണ് രുദ്ര. താങ്ക് യു. നീ കാരണം ഞങ്ങൾക്ക് ഈ ചാൻസ് കിട്ടിയത്. ഞാൻ തന്നെ ഈ ട്രെയിനിൽ ആദ്യമായിട്ടാ വരുന്നത്. അവിടെ നോക്കൂ, ഫ്ലൈയിങ് യൂണിക്കോൺ. ഞാനൊരു മഹാമാന്ത്രികനാണ്. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഷക്കാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇത് നിന്റെ അവസാനത്തെ പ്രയാണമാണ്. ഇതോടെ എല്ലാം അവസാനിക്കും. അതോടെ ആ സൺ സിറ്റി എനിക്ക് സ്വന്തമാകും. എനിക്ക് സ്വന്തം. ജയ്സിംഗ് സാറേ, അതാ നോക്കൂ, അതെന്താണ്? ട്രെയിൻ നിർത്ത്. കുട്ടികളെ, പുറകിലുള്ള കോച്ചിലേക്ക് ഉടൻ തന്നെ പോയിക്കോളൂ. രുദ്ര, പുറകെ പോ. എന്നിട്ട് ഈ ട്രെയിനിനെ ഈ മായയിൽ നിന്നും രക്ഷിക്കൂ. എങ്കിൽ മാത്രമേ എല്ലാവരും രക്ഷപ്പെടൂ. റൺ രുദ്ര, റൺ. രുദ്ര, നീ വേഗം രക്ഷപ്പെട്. ഞങ്ങളിത് നോക്കിക്കോളാം. അകൂല ബബാക്കി ബ്രക്കൂസ. വേഗം വരൂ, ലോസ് കോച്ചിലേക്ക് പോണം. വേഗം, നമുക്ക് സമയമില്ല. Come on. അകൂല ബബാക്കി ബ്രക്കൂസ. Akula babaki bekuza. Shantan, Dibago, Haruka, water flow.
എങ്ങനെങ്കിലും ഈ മായയിൽ നിന്നും ട്രെയിൻ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ നീ വെറുതെ ശ്രമിച്ച സമയം കളയില്ല രുദ്ര. നീ ചെറിയ കുട്ടിയാണ്. ഇത് ഷക്കാലിന്റെ മാന്ത്രിക വലയമാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടുന്നത് എളുപ്പത്തിൽ കഴിയുന്ന കാര്യമല്ല. ഈ രുദ്രയുടെ മാന്ത്രിക ശക്തി എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഫോക്കസ് ആൻഡ് ബിലീവ്, ഫോക്കസ് ആൻഡ് ബിലീവ്. ഞാൻ വീണ്ടും വരും, തീർച്ചയായും വീണ്ടും വരും. ഈ യുദ്ധം കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. രുദ്ര, എന്റെ മോനെ, ഇന്ന് നീ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഇന്ന് നീ ഞങ്ങളെ മാത്രമല്ല, ഈ സൺ സിറ്റിയെ മുഴുവൻ ഷക്കാലിൽ നിന്നും രക്ഷിച്ചു. ശരി, വാ, നമുക്ക് നമ്മളുടെ വീട്ടിലേക്കൊക്കെ പോണ്ടേ? വീട്ടിലേക്കല്ല വരുൺ, ഇനിയും നമ്മുടെ ഫ്ലൈയിങ് ട്രെയിനിന്റെ സവാരി ബാക്കി കിടക്കുമല്ലേ. ഷക്കാലിനെ ഞാൻ പിന്നീട് കണ്ടോളാം. ഇനി നമ്മൾ ട്രാക്കിലല്ല, ആകാശത്താണ് പറക്കാൻ പോകുന്നത്. രുദ്ര, ഒരു ദിവസം നീ വലിയൊരു മാന്ത്രികനാവും, എന്നേക്കാളും വലിയൊരു മാന്ത്രികൻ.